ഏറ്റവും എളുപ്പത്തിൽ ഒരു വെള്ള നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു നാരങ്ങ 4 കഷ്ണങ്ങളായിട്ട് ചെറുതായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടുമ്പോൾ ഈ നാരങ്ങയിൽ നിന്നുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഇറങ്ങി കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. ഇതുപോലെ ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഇത് ഈ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതൊന്നുമല്ല, ആ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും അതുപോലെ ഈ നാരങ്ങയുടെയും കൂടി വെള്ളമാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. നാരങ്ങ വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഉപ്പ് ഇതിലേക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. ഇത് ഇരിക്കും തോറുമാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും എല്ലാം നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഓണത്തിന് ഏകദേശം ഒരു 2 ദിവസം മുമ്പൊക്കെ ഇത് തയ്യാറാക്കി വെക്കണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പ്പുണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. താങ്ക്